ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അതെ, ഒരു യാത്ര പോവുകയാണ് നമ്മള്. നമ്മുടെ ന്യൂ ഇയർ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള പോലെ, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ബോർഡിൽ എഴുതിയ പോലെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഈ വർഷം. എങ്ങോട്ടാണ് ട്രിപ്പ്? ലക്ഷദ്വീപ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്, കാരണം എനിക്ക് ചിത്രങ്ങളൊക്കെ കണ്ടുള്ള പരിചയമില്ലല്ലോ. പിന്നെ കുഞ്ഞുന്റെ ആക്ച്വലി ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെയാണ്. അപ്പോ എങ്ങനെയാവും? പിന്നെ ലക്ഷദ്വീപിലെ ലാൻഡിംഗ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ലാൻഡിങ്ങുകൾ ഉള്ളതിൽ ചിലത് ഒന്ന് ലക്ഷദ്വീപിലെ ലാൻഡിംഗ് ആണ്. അഗട്ടി എയർപോർട്ടിലെ ലാൻഡിംഗ് ആണ്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആണ്. അപ്പോ എന്തായിരുന്നാലും ഇതാ പെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. സമയം ഇപ്പോ 6:45 രാവിലെ. എത്രയും നേരത്തെ ഈ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഉറക്ക തൂകലിലാണ്. അതെ, 11:30 ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ 40 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് എയർപോർട്ട്. അവിടെ പോയി ചെക്കിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇറങ്ങട്ടെ, അവിടെ തിരിക. എയർപോർട്ട് എത്തി. നമുക്ക് ടെർമിനൽ 1 ആണ്. 2 ആണ് കുറച്ചുകൂടെ ഭംഗി കാണാൻ. രാത്രി 2 ആണ്. 1 വലിയ കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട്. ഇല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അവിടെ ഉണ്ടാവില്ലേ എയർപോർട്ട്. അപ്പൊ നമ്മള് ഉള്ളിൽ കേറിട്ട് കാണാം. ഇനി ഹാപ്പി അല്ലേ കുട്ടാ? നല്ല തിരക്കുണ്ട് ഗൈസ്. 4-5 പേര് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. സത്യം. എന്താ ചക്രോ? ഇനി വെറുതെ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ല. നമ്മൾ സെക്യൂരിറ്റി ഓൺലൈനിൽ തന്നെ വെബ് ചെക്കിനൊക്കെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം ഉള്ളതില് നമ്മുടെ ഈ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നിടത്തും പിന്നെ സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഡിലേ ആയുള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് നടന്നു. ഇനിയിപ്പോ സമയം 9 മണിയായി കറക്റ്റ്. 11:30 നമ്മളെ ഫ്ലൈറ്റ്. ഒരു സിനിമ കാണാനുള്ള സമയമുണ്ട്. നമ്മൾ രാമേശ്വരം കഫേന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തലവേനിച്ചിട്ട് പോയോ? ചായ കുടിക്കണം തോന്നിട്ട് ഇവിടെ നടന്ന് സ്റ്റാർബക്സിന് 350 രൂപ 400 രൂപ ചായ കോഫി ചായ വേണമായിരുന്നു. അപ്പൊ നമ്മളിവിടുന്ന് ഒരു ദോശയും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു പോകുന്നുണ്ട്. ദോശ കാണാൻ ചെറുതാണെങ്കിലും ഫസ്റ്റ് ടൈം രാമേശ്വരം കഫേയിൽ നിന്ന് ട്രൈ ചെയ്യുന്നു. നമ്മൾ ഗീ റോസ്റ്റ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. വല്ല സാധനം ഉണ്ടോ നോക്ക്? മസാല ഉണ്ട്. എന്താ ഗീ റോസ്റ്റ് മസാല ദോശ അങ്ങനെ എന്തോ ആണ്. കഴിച്ചിട്ട് വരാട്ടോ. വിമാനങ്ങളൊക്കെ വെറുതെ വായി നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അത് ആകാശായ അല്ലേ? ഇപ്പുറത്ത് ആ കാണുന്ന എയർ ഇന്ത്യ. അതെ, എയർ ഇന്ത്യ വരുന്നത്. വരണതാ പോണതാ? അങ്ങോട്ട് നീങ്ങണത്. അത് പോണതാണോ വരണതാണോ എന്തോ പോവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇത് ഇന്ത്യയോടെയാണ് ഇവിടെ കുറെ ഉള്ളത്. ഇല്ലേ ചക്രു? നമ്മളിപ്പോ ബസ് കയറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോണം. അപ്പൊ നമ്മള് ഫസ്റ്റ് കയറി ആൾക്കാരെ കണ്ടില്ല. ഒരു മിനിമം 20-25 പേരെ ഞാൻ കണ്ടു. അറിഞ്ഞൂടെ ഇനി വന്നോണ്ടിരിക്കും. നല്ല വെയിലുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വലിയ വലിപ്പല്ലേ അല്ലേ? കുഞ്ഞാണ്, വലിയതില്ല എന്നാലും ഉണ്ട്. നമ്മൾ കേറുകയാണ്. ഇത് മറ്റേ സിനിമയിലെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ ഇങ്ങനെ കേറണത്. ഓ ചക്കറോ, എന്തെടുത്ത് ചെറിയ കവാടം. ഹായ്. അമ്പോ കുഞ്ഞാലേക്കു ചെറിയ. നമ്മുടെ സീറ്റ് എവിടെയാ? 7D7F. അതെ, എവിടെ ഇപ്പൊ? ഫ്രണ്ടിലായിരിക്കും. അതാ ചക്രു ഇരുന്നു. ഇനി ഞാനിരിക്കട്ടെ. നമ്മള് ചിറക് അവോയ്ഡ് ചെയ്ത്, പക്ഷെ ഇതുണ്ടല്ലേ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വിൻഡോ സീറ്റ് അല്ലേ ചക്രന്. തിരിച്ചു വരുമ്പോ ഞാനോ? തിരിച്ചു വരുമ്പോ ഞാനിരിക്കും. പോകുമ്പോ ചക്രയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചെറുത് പോലെ തോന്നും. ചെറിയ ഉള്ളില് ഭയങ്കരമായിട്ട് സ്ഥലമില്ല. അധികം ദൂരമുള്ള ഇതല്ലല്ലോ. 2 മണിക്കൂർ. 1 മണിക്കൂറല്ലോ. 2 മണിക്കൂർ. 2 മണിക്കൂറുണ്ടോ? എത്ര മണിക്ക് എത്തുക? 11:30 കയറി നമ്മൾ 1:30 എത്തും. ഇതെങ്ങനെ ഇപ്പൊ തന്നെ ഊരാൻ പോണ്. അയ്യോ, ഇതെങ്ങനെ ഊരുക? അതങ്ങനെ പിന്നെ ലിഫ്റ്റ്. ഇത് ലിഫ്റ്റ് അത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ബാക്കോട്ട് വലിക്കും.
മേടിക്കും. നീ ഇടണ്ടേ ചക്രട്ടാ കേട്ടോ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് എവിടെ പോയാലും. Important safety information. Government regulations do not permit smoking, tobacco use, vaping, and the consumption of personal alcohol. പുറത്ത് നല്ല രസമല്ലേ കേട്ടോ. എനിക്ക് മര്യാദക്ക് വ്ലോഗ് എടുക്കാൻ പറ്റാതില്ല. എങ്ങനെയുണ്ടായി ടേക്ക് ഓഫ്? ഞാൻ പേടിച്ച് എനിക്ക് പെട്ടെന്ന് പോന്നിട്ടേ പൊക്കലും ഒരു ഇളകലൊക്കെ ആകുമ്പോ എനിക്ക് പേടിയായി പോയി. ഞാൻ അമ്മേനെ വിളിച്ചു എല്ലാരും കേട്ട് ഈശ്വരാ ചെന്നിട്ട് ബാക്കിലുള്ള കൊച്ചില്ലേ അത് ബാക്കിലുള്ള അപ്പുറം സൈഡിൽ അത് കളിച്ച് ചേച്ചി വീഡിയോ കൊണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ അച്ഛൻ എന്നെ നോക്കി തിരിക്കുക. നമുക്കറിയല്ലോ എന്റെ അവസ്ഥ. നമ്മള് ലാൻഡ് ചെയ്തു സക്സസ്ഫുള്ളി ലാൻഡ്. ചെവി ഇപ്പോഴും അടഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മൾ എത്ര ഉറക്കെ സംസാരിക്കുന്നത് പതുക്കെയാണ് സംസാരിക്കുന്നത് അറിഞ്ഞത്. മനസ്സിലാവില്ല. പുറത്തിറങ്ങിട്ട് നോക്കാം. വെയിലുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ച് പുറത്തിറങ്ങാറായല്ലോ. അതുകൊണ്ട് എങ്ങനെയുണ്ട് ചക്രം? അങ്ങോട്ട് തിരിഞ്ഞാലും കടൽ, അങ്ങോട്ട് തിരിഞ്ഞാലും കടൽ, ആകാശം കളിച്ചല്ലോ. തിരിഞ്ഞാലും. എന്റെ പൊന്നോ നോക്കിയാണ് നമ്മളെ വിമാനത്തിൽ ഇരുന്നിട്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നതാണ് വിമാനത്താവളം. ഇതാണ് അഗട്ടി എയർപോർട്ട്. ഇവിടെ നമ്മൾ ആദ്യം പെർമിറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കണം, എന്നിട്ട് വേണം പുറത്തിറങ്ങാൻ. അപ്പുറത്തുനിന്ന് ലഗേജ് കളക്ട് ചെയ്യും. കൊറേ ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടോ ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫിഷ് ടാങ്ക്, നിറയെ മീന്, അവിടെ പുറ്റ്. എന്റെ പൊന്ന് സൗണ്ട് ഇല്ലേ? സൗണ്ടും കളറും പൊളി പൊളി. അപ്പൊ നമ്മള് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ റിട്ടേൺ ടിക്കറ്റ് എപ്പോഴാണ് റിട്ടേൺ ടിക്കറ്റിന്റെ PDF അല്ലെങ്കിൽ ടിക്കറ്റ് കാണിക്കണം. പിന്നെ പെർമിറ്റ് കാണിക്കണം. അവരൊരു സ്കാൻ ചെയ്യും. എന്നിട്ടാണ് അത് സ്കാൻ ചെയ്ത് നമ്മള് രജിസ്ട്രിയിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. അതിന്റെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അവിടെ. വന്ന് എല്ലാവരും എന്ത് ചെയ്യണ്ടേ? ലഗേജ് ഒന്നും കൺവെയർ ബെൽറ്റ് സെറ്റപ്പ് ഒന്നും അല്ലേ, വെറുതെ അവിടെ കൂട്ടിയിട്ടേക്കുക. അതിന് പെറുക്കി എടുത്തോണ്ട് പോകണം. നമ്മുടെ വണ്ടി വരട്ടെ. വിശക്കണല്ലേ? നീ വിശപ്പ് 2 മണിയായില്ലേ? 2 മണി ആയിട്ടുണ്ട്. അതാണ് വിശപ്പ്. നോക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലെത്തി. മീൻസ് നമ്മൾ താമസിക്കാൻ പോകണം. അടുത്ത് നമ്മള് വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് താമസിക്കാൻ പോകുന്ന വീട്. ലൈറ്റ് ഇട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ വെച്ചപ്പോ തിരക്കുണ്ട്. ഫുൾ ചേട്ടാ, കുഴപ്പമില്ല. ശരി ശരി. നല്ല വിശപ്പുണ്ടോ? അതെ അതെ വിശപ്പുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ഫുഡാണ്. ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇതെന്ത് മീനായിട്ടാ? ലഗൂൺ ഫിഷ്. നീ കഴിച്ചിട്ടുണ്ടോ?
ആദ്യമായിട്ട് ലക്ഷദ്വീപത്തെ ഫുഡ് കഴിക്കാൻ ലക്ഷദ്വീപ് പിന്നല്ലേ അല്ലേ പോണവർ ലക്ഷദ്വീപ് ഫുഡാക്കാന്ന്. അത് മതി. ചക്രു മീനെടുക്കാം. ചക്രുവാണ് മീനിൻ്റെ ആളന്നെ. സാമ്പാർ, മീൻ വറുത്തത്, പപ്പടം, എനിക്കും വേണേ ക്യാബേജ് തോരൻ. കുറേ ഒക്കെ ഉണ്ട്, കുറച്ച് മതി മതി നോക്കിയിട്ട്. എന്നിട്ട് വിശന്നിട്ട് സാമ്പാറല്ലേ ഇത്? നീ എടുത്തു. എനിക്കാണ് വിശന്നിട്ട് പോയി. നമ്മുടെ അരിയല്ലേ ഇത് പൊന്നേരി പോലല്ലേ ഇവിടുത്തെ? നമ്മളെ പോലെ കുറെ മറ്റേ മുളകും വലിയില്ല, പ്ലെയിൻ ആണ്. അച്ചാർ വേണ്ട എനിക്ക്. പിന്നെ പക്ഷെ കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. ചക്ര കഴിച്ചോക്ക്. മീൻ എങ്ങനെയുണ്ട്? ചക്രമാണ് മീനിൻ്റെ ആള്. കൊള്ളാം കഴിച്ച്. നമ്മുടെ ആയിക്കാൻ്റെ വീട്ടിലുണ്ടാക്കിയ ഫുഡാ. കൊള്ളാം, നല്ലയുണ്ട്. പക്ക ഹോംലി ഫുഡ്. സത്യം, അതാ നമുക്ക് വേണ്ടത്. മീൻ കഴിച്ചോക്കെ എങ്ങനെയുണ്ടത്? ലക്ഷദ്വീപിലെ മീനാണെന്ന്. ലക്ഷദ്വീപിലെ മീനാണെന്ന്. ബ്ലൂ ലഗൂൺ ഫിഷ്. കൊള്ളോടാ അല്ലേ? ചിക്കൻ കഴിക്കുന്നവരുണ്ട്. ആയിക്കഴിഞ്ഞൊക്കെ നിങ്ങൾ ഇതൊക്കെ കഴിക്കുമെന്ന്, ഞങ്ങൾ എന്തും കഴിക്കുന്നത്. അപ്പൊ കഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളെ വീട് കാണിക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ വിശന്നിരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചു. അതാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പക്ക ഹോം മെയ്ഡ് ഫുഡ്. നല്ല സാമ്പാർ, തോരൻ, അച്ചാർ. നമ്മൾ ഫുൾ ഡേ ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ പൊന്നിരി വെക്കുന്നത്, മറ്റേ നമ്മുടെ ഉണ്ടരി അല്ല, പൊന്നിരി വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വീട് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇത് ചെറിയൊരു ഡൈനിങ് ഹാള്. ഇവിടെ നമുക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ ചെറിയൊരു സോഫ പോലെ, ഇതാണ് മെയിൻ വാതില്. അതെ, ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ 2 റൂമുണ്ട്. ഇതേപോലെ നമ്മൾ നോക്കി ഇവിടെയും ഉണ്ട്, ഇവിടെ കൊണ്ടുവരണം. അത് നമുക്കുള്ളതല്ല, കാരണം നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരണം. പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ ഉണ്ടാക്കാൻ, ചായ, കാപ്പി, ചായ, ബിസ്ക്കറ്റ് ഉണ്ട്, വെള്ളം, അങ്ങനെയുള്ള കുറച്ച് പാൽപ്പൊടി, ചായപ്പൊടി എല്ലാം വെച്ചിട്ടുണ്ട്. പാൽപ്പൊടി വരെ പച്ചക്കറി ഇതൊരു സാധനം ഒരു ഏരിയ. ഇതാണ് നമ്മുടെ റൂം. റൂം ടൂർ. ഇതാണ് റൂം. ഇതാണ് AC ഉണ്ട്, ഫാൻ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും സുഖമായി കടന്നുറങ്ങാൻ പറ്റുന്ന ഒരു കട്ടിലുണ്ട്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു TV ഉണ്ട്. അതെ അതെ. പിന്നെ വെള്ളം കുടിക്കാനുള്ള സാധനങ്ങള്, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന നല്ലൊരു മരത്തിന്റെ അലമാര. മരത്തിന്റെ ഇല്ല, ഇത് മറ്റേ അലമാര. മരയുണ്ടല്ലോ, അതിന്റെ പകുതി അലമാര. പിന്നെ അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയർ ഉണ്ട്, നല്ല വൃത്തിയുള്ള ചെയർ ഉണ്ട്. ഇത് നമ്മുടെ ബാഗാണ്. പിന്നെന്താ, ബെഡിന്റെ കാര്യമാണല്ലോ, നല്ല അടിപൊളി ബെഡാട്ടോ. ഇരിക്കുന്ന ബെഡ്. പിന്നെ ഇത് ബാത്റൂം. അത്യാവശ്യം ഷവറും എല്ലാം ഉണ്ട്. സാധനങ്ങളെല്ലാം ഉണ്ട്. നല്ല വലിപ്പമുണ്ട്, എന്താ പറയുക, നീളം വീതിയും ഉണ്ട്, അതിനനുസരിച്ച് പൊക്കമുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ നമ്മളിന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങും. അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇനി തുടരെ നമ്മൾ ലക്ഷദ്വീപ് വ്ളോഗുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അധികം ഗ്യാപ്പ് ഇല്ലാതെ പെട്ടെന്ന് ഇടണമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അഥവാ ഗ്യാപ്പ് വന്ന 1-2 ദിവസം ഗ്യാപ്പ് വന്നാൽ നിങ്ങൾ തുടർന്ന് കാണണം. വീണ്ടും എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.